ഇറാൻ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനിക്ക് നേരെ വധശ്രമം. ഇറാനെ ഞെട്ടിച്ച് ഖമേനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം വലിയ ആക്രമണ പരമ്പര നടന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ടെഹ്റാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സേനയും MEKയുടെ സായുധ സംഘങ്ങളും തമ്മിൽ മണിക്കൂറുകൾ നീണ്ട വലിയ പോരാട്ടമാണ് മൊത്താഹരി കോംപ്ലക്സിന് സമീപം നടന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. മൊത്താഹരി കോംപ്ലക്സ് ടെഹ്റാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റ് ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന കോംപ്ലക്സ് ആണ്. ഇവിടെയാണ് ആയത്തുള്ള അലി ഖമേനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് സമീപമാണ് MEK എന്ന സായുധ സംഘടനയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സും തമ്മിൽ അപ്രതീക്ഷിതമായ ഏറ്റുമുട്ടലുണ്ടായത്. MEKയുടെ 150-ലധികം വരുന്ന സായുധ സംഘമാണ് ഈ കോംപ്ലക്സിലേക്ക് ഇരച്ചു കയറിയത് എന്ന വാർത്തകൾ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഇവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. നൂറുകണക്കിന് ആളുകൾ, നൂറുകണക്കിന് സൈനികരും അതുപോലെ തന്നെ MEKയുടെ സായുധ ഫൈറ്റർമാരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഹിസ്ബുള്ളയുടെ മറ്റൊരു സേനാ വിഭാഗമായ അൽ അക്സർ കൂടി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പിന്തുണയ്ക്കെത്തി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. അൽ അക്സറിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം അതിരൂക്ഷമായ ആക്രമണമാണ് ടെഹ്റാന്റെ മധ്യഭാഗത്ത് ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ പദ്ധതികളും ഇട്ടിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയുടെ ഒരു ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയിലാണ് ഇറാനിൽ തന്നെയുള്ള ആഭ്യന്തര സായുധ സംഘടന അവർ ഇറാനിലെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക്, ഇറാന്റെ സുപ്രീം ലീഡറായ ആയത്തുള്ള അലി ഖമേനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം ആക്രമണം നടത്തിയതും ഖമേനിയെ ലക്ഷ്യം വെച്ചതും. ഇത് ഇറാനെ വലിയ രീതിയിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഈ ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മേധാവികൾ തന്നെ വ്യക്തമാകുന്നത്. അപ്രതീക്ഷിത ആക്രമണമായിരുന്നു MEK നടത്തിയത്. നമുക്കറിയാം, ഒരു കാലത്ത് വളരെയധികം സ്വാധീനമുണ്ടായിരുന്ന ഒരു സായുധ സംഘടനയായിരുന്നു MEK. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് സദ്ദാം ഹുസൈൻ പിന്തുണ നൽകിയിരുന്നത് MEKയ്ക്കായിരുന്നു. അതിനുശേഷം പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങൾ MEKയെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. എന്നാൽ അധിക കാലം കഴിയുന്നതിന് മുൻപ് തന്നെ ഭീകര സംഘടനയുടെ പട്ടികയിൽ നിന്നും അവരെ ഒഴിവാക്കുകയും ചെയ്തു. അതിനുശേഷം കുറെ കാലം വളരെ നിശ്ചലാവസ്ഥയിലായിരുന്നു MEK. എന്നാൽ ക്രമേണ അവർ സായുധമായി വലിയ സംഘടിത ശക്തിയായി മാറി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഇറാനിലുണ്ടായ ആഭ്യന്തര സംഘർഷത്തിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം MEK എന്ന സായുധ സംഘടനയാണ്. ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് ആയത്തുള്ള അലി ഖമേനി ഭരണകൂടത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ MEK വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്ന വിവരം. അതിനിടയിലാണ് ഇപ്പോൾ വളരെ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ മൊത്താഹിരി കോംപ്ലക്സിന് സമീപത്തേക്ക് ഉണ്ടാകുന്നത്. മൊത്താഹിരി കോംപ്ലക്സിലാണ് ഇറാനിലെ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത്, ജുഡീഷ്യൽ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത്, ആയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്, മസൂദ് പെഷസ്കിയാന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതടക്കം ഈ മൊത്താഹിരി കോംപ്ലക്സിലാണ്. ഇതിന് മുന്നിലാണ്, ഇതിന്റെ സമീപത്താണ് ഇത്രയും ഭീകരമായ ആക്രമണം ഉണ്ടായത്. ലക്ഷ്യം വെച്ചത് ആയത്തുള്ള അലി ഖമേനി എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ ആയത്തുള്ള അലി ഖമേനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ഈ ആക്രമണം സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗികമായ ഒരു വിവരവും ടെഹ്റാന്റെ മാധ്യമങ്ങളോ ഇറാൻ മാധ്യമങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. ഇത് സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. ഖമേനിയുടെ ഓഫീസിന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയോ, ആയത്തുള്ള അലി ഖമേനി സുരക്ഷിതമാണോ, അല്ലെങ്കിൽ ഖമേനി ആ സമയം ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ ഒഫീഷ്യലുകൾക്ക് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വിശദീകരണം നൽകാൻ ഇറാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും പാശ്ചാത്യ മാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനെ ഞെട്ടിച്ച് വലിയൊരു ഭീകരാക്രമണം എന്ന് പറയാൻ കഴിയില്ല, ഒരു സായുധാക്രമണം
ആക്രമണം ഇറാന്റെ തലസ്ഥാനത്തുണ്ടായിരിക്കുന്നു. ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ പിന്തുണയുണ്ടോ, MEKക്ക് മൊസാദിന്റെയോ അല്ലെങ്കിൽ ISIയുടെ പിന്തുണയുണ്ടോ എന്നത് സംബന്ധിച്ചൊന്നും തന്നെ ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. അതേസമയം ടെഹ്റാനിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണ് 2 പൈലറ്റുമാർ 2 സൈനികർ കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നിലും അട്ടിമറിയാണെന്നുള്ള സംശയമുണ്ടായിരുന്നു. അതേക്കുറിച്ചും ആഭ്യന്തര അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം ഇറാൻ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നു. ഇതാ അതിന്റെ തൊട്ടടുത്ത ദിവസം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയിലേക്ക് വലിയൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. MEK എന്ന സായുധ സംഘം സർക്കാർ ഓഫീസിലേക്ക് ഇരമ്പിക്കയറി ആക്രമണം നടത്തിയിരിക്കുന്നു. ലക്ഷ്യം വെച്ചത് ആയത്തുള്ള അലി ഖമേനിയാണെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. 100 കണക്കിന് ആളുകൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും പേരുവിവരങ്ങൾ അന്താരാഷ്ട്ര ഏജൻസികൾക്ക് കൈമാറാൻ തയ്യാറാണെന്ന് MEK വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് MEK ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ആഭ്യന്തര കലഹം കൊണ്ട് രൂക്ഷമായിരിക്കുകയാണ് ഇറാനിലെ അവസ്ഥ. ഏത് നിമിഷം വേണമെങ്കിലും ഖമേനിക്കും മസൂദ് പെഷസ്കിയാനും രാജ്യം വിട്ട് ഓടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അമേരിക്കയുടെ ആക്രമണത്തിന് മുമ്പ് ആയത്തുള്ള അലി ഖമേനിയെ രാജ്യത്തിന് പുറത്തേക്ക് സുരക്ഷിതമായി എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇറാൻ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും കഴിഞ്ഞ ദിവസം ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം നടന്ന ഹെലികോപ്റ്റർ അപകടം അട്ടിമറിയാണോ എന്നുള്ള സംശയം ജനിച്ചത്. എന്തായാലും അതിന് പിന്നാലെ ഇപ്പോൾ ഇതാ ടെഹ്റാനിൽ മൊത്താഹിരി കോംപ്ലക്സിന് സമീപം വലിയ സായുധ കലാപം ഉണ്ടായിരിക്കുന്നു, സായുധ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 100 കണക്കിന് ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്.